ഹായ് മമ്മി. അല്ല എന്താ പരിപാടി? റെഡിയായ? മുഖത്ത് പൗഡറൊന്നും ഇട്ടിട്ടില്ലേ? മുടിയൊന്നും ഒന്നും പാലിയിട്ടൊന്നും ഇല്ലേ? അല്ല ഇന്ന് നേരത്തെ സലൂണിലേക്ക് അപ്പോയിന്റ്മെന്റാ? എന്നാ അത് മേക്കപ്പ് തന്നെയാ? ബെസ്റ്റ്. അല്ല ഈ പിമ്പിളിന് ട്രീറ്റ്മെന്റ് പണ്ടേ ഉണ്ടെങ്കിൽ എൻ്റെ മുകളിലും ക്ലിയർ ആയത്. അല്ല എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യില്ല, ലേറ്റാക്കണ്ട വിടാന്ന് കൊടുത്ത് എൻ്റെ പൊന്നുമക്കളെടുത്തു ഇവിടെ കിടന്നു തീർന്നല്ലോ കുറച്ച് മുമ്പ് വരെ. തട്ടിപ്പായിരിക്കൂല, എന്തെങ്കിലും പഠിക്കാനുണ്ടാവായിരിക്കൂലേ? ഞാനതായാലും മക്കളെ പോയി നോട്ട്. ഓക്കെ ഓക്കെ മമ്മി. മക്കള് രണ്ടാളും രണ്ട് വയ്ക്കാന്നല്ല. എനിക്ക് അച്ചുവിട്ടുണ്ടല്ല ചെടി നട്ടൊരു ബെൽതായി ഇന്നലെ പറഞ്ഞു പപ്പനെ കാണിച്ചു തരണമെന്ന് പറഞ്ഞിരുന്നേ. അതൊന്ന് കാണട്ട്. അച്ചുട്ടാ മോള് നട്ട ചെടി എടുത്ത് ഒന്ന് കാണിച്ചു തരുവാ. അവിടുത്തെ ഇങ്ങനെ എടുത്താട്ടെ കാണട്ട്. ഇത് എപ്പം നട്ടിയാന്നെ മോള്? എന്നിട്ട് ഇത്ര വലുതായ? എത്രയാ പൂക്കള്? നല്ല മണമുണ്ടല്ലോ പൂവിന്. എൻ്റെ മോള് നട്ടത് ഇത്ര ഉഷാറായി. ആടെ കള്ള അപ്പൻ്റെ പേര് ചോദിച്ചത്. അത് ശരി. ചേച്ചി പറഞ്ഞ സൂത്ര അല്ല ജാനു? മോളൊന്നും നട്ടിട്ടില്ലേ? എൻ്റെ അടുത്തു വെള്ളം ഒഴിക്കാൻ മറന്നോയാ? അച്ഛൻ വെള്ളം ഒഴിക്കലുണ്ടാ? എന്തിനാടെ കളവ് പറയുന്നത്? അച്ഛമ്മയല്ലേ വെള്ളം ഒഴിച്ച? പിന്നെ വെച്ചിട്ടില്ല? ശരി ശരി മോളെ അതവിടെ വെച്ച. എന്നാല് അടിപൊളി ആയി നട്ടച്ചു. ഇത്ര വലുതായി ഇത്ര പാട് പൂവല്ല. വേറെ നട്ടില്ല അച്ചു? കൊടുത്തപ്പോ അത് കാണട്ട്, പപ്പ കാണട്ട് കൊടുത്തു. ഇതെന്നാന്ന്? ഇത് പച്ചക്കറിയാ? പൂണ്ടാവുന്ന ചെടി തന്നെയാ? ശരി അച്ചുട്ട, എന്തായാലും ഹാപ്പി അല്ല? ഇന്ന് സ്കൂളിൽ പോകാൻ ഹാപ്പി ഉണ്ടാ? അയ്യടാ, പഠിക്കാൻ പഠിച്ചിട്ട് സ്കൂളിൽ പോകാണ്ട് ലീവാക്കിയിട്ട് ഹാപ്പി. ആ സ്കൂൾ ഇഷ്ടായിട്ടില്ലേ? പണ്ടത്തെ സ്കൂൾ ഇഷ്ടായേ? പുതിയ സ്കൂൾ വേണ്ട? അമ്പട കള്ള. ശരി പപ്പ മിസ്സിനോട് പറയാട്ടോ അച്ഛന് പുതിയ സ്കൂളാ വേണ്ടത്. പറയണ്ട? ശരി ശരി. ഓ ഇതാണ് മക്കളെ പ്രിയപ്പെട്ട പൂച്ചേട്ടാ. ആരാ പൂച്ച? ഓ അതായതപ്പാ ആ ഒറ്റക്കണ്ണായിട്ടുള്ള പൂച്ച ഉണ്ടല്ലേ? അതിന്റെ കുട്ടികളേത്? അതിനെ പോലെ തന്നെ അല്ലേ? പൂച്ചൻ്റെ എണ്ണം കൂടി ഉണ്ട്. 1 2 3 4 ഉണ്ട് പൂച്ച കിടക്കട്ടാ. എല്ലാം ബ്ലാക്ക് ആണേ. അല്ല ഇതാര്? ഹായ് മമ്മി. പോണ്ട സമയമായോ? എന്നാ വേ നോക്കിക്കോ. എടാ മമ്മീനെ പേര് സലൂണിൽ പോണ്ട ഞാനോ? അച്ഛൻ വന്നിണ്ടാ? അച്ഛൻ ആരും കൂട്ടൂല. ആടെ ഒന്ന് ശല്യം ചെയ്യാൻ പറ്റില്ലല്ലേ? അല്ല ഇത് എൻ്റെ വേണ്ടല്ലേ? ഓ നിന്റെ വേണ്ട. എനിക്ക് ട്രെയിനിൽ ഇതേപോലത്തെ ഒരു വേണ്ടി കയറി പറഞ്ഞേ. മമ്മി ടാറ്റ ബൈ. അല്ല നമ്മളെ 2 വീലർ ആരും പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ. സുധിക്ക് വേണ്ടിയിട്ടാ നല്ലൊരു സ്കൂട്ടർ വാങ്ങിയിട്ടുണ്ട്. നോക്കിയട്ടെ നല്ല സുന്ദർ കുട്ടപ്പനാണ്. പക്ഷെങ്കിൽ വാങ്ങിയിട്ട് സുധിക്ക് ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ലല്ലേ? സുധി പറയാ സുധിക്ക് ഒരു സന്തോഷമില്ല, ഒന്നുമില്ല. നമ്മൾ ഈ സ്കൂട്ടർ വാങ്ങിയിട്ടുണ്ടല്ല ഒരാഴ്ചയായ ഞാൻ പറഞ്ഞു സുധിക്ക് ഒരു സർപ്രൈസ് ഉണ്ടായിട്ടില്ല. സംഗതി എന്ന് വെച്ചാല് ഓള് പറഞ്ഞ് ഇങ്ങനെയാണോ പോയിച്ചോട്ടാ ബൈക്ക് വാങ്ങുക. ഞാൻ പറഞ്ഞു പിന്നെ എങ്ങനെ വാങ്ങുക? നമ്മൾ രാവിലെ തന്നെ പോയി അവിടുന്ന് ചാവി വാങ്ങി ഒരു സെൽഫി എടുത്ത് ഒരു ഫോട്ടോ എടുത്ത് എന്നിട്ടല്ലേ വാങ്ങേണ്ടത്. ഇത് നമ്മളെ ഷോപ്പിൽ നിന്ന് പുള്ളി തന്നെ പോയിച്ചോട്ടാ. മറ്റേ ഒരു എൻഡവർക്ക് ഉണ്ട് ഇവിടെ ഷോപ്പ്. അപ്പോൾ അതിന് വെച്ച് പെട്രോളാണെന്നല്ല, ഡെയിലി 200 രൂപേൻ്റെ പെട്രോൾ അടിക്കണം. അപ്പോൾ പുള്ളി തന്നെ കറണ്ടിനെ വാങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പിന്നെ വേഗം പോയിട്ട് വാങ്ങിയിട്ടെന്ന് പറഞ്ഞിട്ട് അവർ അതിൻ്റെ കളേഴ്സ് കാലം ശരിയാക്കി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയുണ്ട് സ്കൂട്ടർ കൊണ്ട് അവർ വരുന്നത്. അപ്പോൾ നമ്മൾ ജ്വല്ലറി ഇറങ്ങുമ്പോൾ സുധി സ്കൂട്ടറാണ്. ഞാൻ ഇതാണ് എനിക്ക് പുതിയ സ്കൂട്ടർ വാങ്ങിയത്. നോക്കുമ്പോൾ സുധി ഇങ്ങനെ അവര് ഷോറൂം പോയി അവരുടെ അടുത്തോട്ട്. പിന്നെ എനിക്ക് സമയം ഉണ്ടായില്ല, പിന്നെ ഇവിടെ തിരക്കാറില്ല. ഞാൻ പിന്നെ ഇവിടെ ഒന്നും പറഞ്ഞില്ല. സ്കൂട്ടർ ഷോപ്പിന്റെ മുമ്പിൽ വരുമ്പോൾ സുധി കാണുന്നത്. ആകെ സർപ്രൈസും കാര്യം എല്ലാം പോയല്ലേ സുധി. ഏതായാലും നമ്മളെ വണ്ടി ഇങ്ങനെ ഒരു വണ്ടി വാങ്ങിയിട്ടുണ്ട്. കറണ്ടിൻ്റെതാണ്. ഇതിനെപ്പറ്റി ആർക്കെങ്കിലും ഇത് നല്ലതാണോ മോശമെന്നോ ആർക്കെങ്കിലും ആരെങ്കിലും എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളൊന്നും നോക്കിയിട്ടില്ല. ഷോപ്പിൽ നിന്ന് സ്റ്റാഫ് പോയിട്ട് വാങ്ങിയതാണ്. ഇതിനെപ്പറ്റി ഞാനൊന്നും അന്വേഷിച്ചില്ല. അവരെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയേ. അപ്പോൾ നല്ലതാണെന്ന് വിചാരിക്കുന്നല്ലേ മമ്മി? ശരി എന്നാൽ പിന്നെ ഏതായാലും ലേറ്റ് ആക്കേണ്ട. അപ്പോയിൻമെൻറ്റ് എടുത്ത ആൾക്കാരൊക്കെ അവിടെ വെയിറ്റിങ്ങിലുണ്ടാവും. ബേബിട്ടോ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ 5-8 സ്റ്റാഫ് ഉണ്ട്. പിന്നെ ഇവക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു പണി കിട്ടിയോണ്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ എങ്ങനെയാ വീട്ടിൽ നിന്ന് ചാടുക. ഇതാണ് ഇപ്പോഴത്തെ ചിന്ത. രാവിലെ ആകുമ്പോൾ അണിഞ്ഞൊരുക്കൊരു പോക്കാന്ന്.
കുറേ കാലം വീട്ടിൽ തന്നെ കൂടിയതല്ലേ, ഇപ്പോൾ ഇറങ്ങാനൊരു അവസരം കിട്ടി നോക്കുമ്പോഴത്തേക്ക് രാവിലത്തെ ഭയങ്കര ഉത്തരവാദിത്തം കേട്ടോ. ഞാൻ വെച്ച് എത്ര കാലം ഉണ്ടാവും ഈ രാവിലെ തന്നെ എണീച്ച് പോക്കല്ലോ. കുറച്ച് കഴിയുമ്പോൾ എന്നെ പോലെ 10 മണിയാകുമ്പോൾ എനിക്ക് പോക്കുണ്ടാവുക. ഭയങ്കര ആത്മാർത്ഥത കേട്ടോ, വർക്കിനോട് ഇതുപോലെ ആത്മാർത്ഥത ശ്രദ്ധിക്കുകയുള്ളൂ. ഏതായാലും മോളൊന്ന് വിട്ടോ, എനിക്കതായത് കുറച്ചുകൂടി വ്യായാമം തീർത്ത് ഒരു കുളിയെല്ലാം കഴിഞ്ഞ് ഞാനൊരു 10-10 ആകുമ്പോൾ ഷോപ്പിലെത്തുള്ളൂ. ഇന്ന് തിങ്കളാഴ്ചയാണ്, തിങ്കളാഴ്ച നല്ല ദിവസമല്ലേ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ല ദിവസമായിട്ടെന്ന് പറയാനുള്ളത്. ശരി എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.